ओके, अभी ऐसा हम लोग आके 23 में हम लोग आएंगे तो जीसस का लास्ट स्पीच को हम लोग देख सकते हैं. യേശു കർത്താവിന്റെ അവസാന സ്പീച്ചസ് ആണ് 23, 24, 25. യേശു मसीह का लास्ट स्पीचेस है 23, 24 एंड 25. ठीक है. 23 चैप्टर्स फरिसियों के खिलाफ परमेश्वर यीशु मसीह बोलता हुआ बातों को हम लोग देख सकते हैं. പരീശന്മാരുടെ എതിരെ യേശു പറയുന്ന ചില ആ, 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 വാക്കുകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 24 एंड 25 ജീസസ് ആനെ വാല പ്രൊഫസിക്കോ ബത്താത്ത, വരാനുള്ള പ്രവചനത്തെ കർത്താവ് പ്രവചിക്കുകയാണ്, വരാനുള്ള കാര്യത്തെ പ്രവചിക്കുകയാണ്. ആനെ വാലെ ബാത്തോं को यीशु मसीह प्रोफेसी करता है. देखिए, ഗോസ്പൽ മേ തീൻ ജീസസ് കാ ബാത്തെ हम लोग अच्छी तरह പഠന. യേശുവിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യം നല്ലപോലെ പഠിക്കണം. നമ്പർ 1, അത് എഴുതിയെടുത്തോ, ലിക്കലേന. മാത്യു 5, 6, 7, മത്തായി 5, 6, 7, സർമൺ ഓൺ ദി മൗണ്ട്, പർവ്വത പ്രസംഗം. പർവ്വതത്തിൽ യേശു കർത്താവ് പ്രസംഗിച്ച പ്രസംഗം, പഹാഡി പേഗാം. ദാറ്റ് ഷോസ് ജീസസ് ഇസ് ദ ടീച്ചർ. യേശു കർത്താവ് ആരാണ്? ഉപദേഷ്ടാവാണ്. യേശു മസീഹ് സിഖാത്താ ഹെ. ഓക്കെ, യേശു മസീഹ് करता है. यीशु मसीह is a teacher. Next one, John 17, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. That shows Jesus is the high priest. യേശു കർത്താവ് महापुरोहितനാണ്. बड़ा काइन है, श्रेष्ठ महापुरोहित है यीशु मसीह, जो बिलीवर्स के लिए पिता के सामने बिचवाई करते. ही मीडिएट्स बिटवीन फादर एंड चिल्ड्रन ऑफ गॉड. प्रभु के लोगों और पिता के बीच में क्या करता है? बिचवाई करता है. പിതാവും നമ്മുടെ മധ്യത്തിൽ മധ്യസ്ഥ ചെയ്യുന്ന മഹാപുരോഹിതനാണ് ആര്? യേശു കർത്താവ്. ജോൺ 17. തേർഡ് വൺ, മാത്യു 24 and 25, മത്തായി എഴുതിയ സുവിശേഷം 24, 25. ജീസസ് ഈസ് ഡിപ്പിക്റ്റഡ് ആസ് ദി പ്രോഫറ്റ്. യേശു കർത്താവിനെ പ്രവാചകനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈസ് ദി प्रोफेट. नाउ मैंने ये खाली 3 इम्पोर्टेंट बताया है. सब इम्पोर्टेंट है, എല്ലാം പ്രധാനപ്പെട്ടതാണ്. ലേക്കിൻ ഈ തീനോ വി ഹാവ് ടു ലിസൺ ആൻഡ് റീഡ് വെരി കെയർഫുള്ളി. ഈ 3 കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്പർ 1, ജീസസ് ഇസ് എ ടീച്ചർ, ജീസസ് ഇസ് എ ഹൈ പ്രീസ്റ്റ്, जीसस इज अ प्रॉफिट. आने वाली बातों को, जीसस के बारे में, जीसस क्या कह रहा है उसके बारे में हम लोग इस 3 बातों में देख सकते हैं. तो हम लोग आएंगे 23 चैप्टर में आएंगे. 23-ാം അധ്യായത്തിലേക്ക് വരാം. दिस इज अगेंस्ट Pharisees. Now you might be thinking, जीसस अगर बात करता है तो वो कैसा बात करेंगे? He will be very soft and he will be very kind and he will be very, ब्रेड एंड बटर के जैसा बहुत सॉफ्ट रहेगा യേശു മസീഹ്. बहुत ही ഫസൽ से भरा हुआ. യേശു കർത്താവ് സംസാരിക്കുമ്പോൾ വളരെ കൃപയെ നിറഞ്ഞ് വളരെ സോഫ്റ്റായിട്ട്, നോവിക്കാതെ, बिना दर्द देते हुए, बिना कन्विक्ट करते हुए, ഹാർഡ് വേർഡ്സ് കബി യേശു മസ്തി ഇസ്തമാൽ नहीं करेगा. ഒരിക്കലും കർത്താവ് ഹാർഡ് വേർഡ്സ് യൂസ് ചെയ്യില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ 23-ാം അധ്യായം നമ്മുടെ ആ ചിന്തകളെയൊക്കെ മാറ്റണം. अगर हम लोग को ऐसा लगता है कि यीशु मसीह कभी भी हार्ड वर्ड्स इस्तेमाल नहीं करता है, तो हमारे अंदर से वो जो सोच है वो निकाल देना चाहिए. 23 चैप्टर में मैं आपको दिखाता हूं. जीसस वॉज वेरी हार्ड टू द ഫാരിസീസ്. നോട്ട് ഓൾ, എല്ലാ പരീശന്മാരും കപടഭക്തിക്കാരല്ല, എന്നാൽ മിക്കരും കപടഭക്തിക്കാരായിരുന്നു. എന്നാൽ യേശു യൂസ് ചെയ്യുന്ന വേർഡ്സ് വളരെ ഹാർഡാണ് എന്ന് മനസ്സിലാക്കണം. യേശു ബോത്ത് ഹാർഡ് വേർഡ്സ് ഇസ്തമാൽ करता है. ഐ വിൽ ഷോ യു. देखिए वर्सेस 13, 13-ാമത്തെ വാക്യം നോക്കിക്കേ. 13, അവിടെ കപടഭക്തി, हिपोक्रेट्स. देखा आपने? हिपोक्रेट्स. हिंदी में वहाँ पर लिखा है कि एक कपटी. हिपोक्रेट का मतलब है, हिपोक्रेटिൻ്റെ അർത്ഥം ആക്ടർ എന്നാണ്. ആക്ടർ. പണ്ട് കാലത്ത് ആക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ഹിപ്പോക്രറ്റ്സ്.
पुराने जमाने के एक्टर्स लोग हैं ना, उनको बुलाते थे हिपोक्रेट्स। उसका मतलब क्या है? 6-7 मास्क होता है, 6-7 मास्क। तो स्टेज में एक प्ले करने के बाद वो मास्क हटा के दूसरा मास्क पहनता है, फिर वो प्ले करता है, फिर तीसरा मास्क पहनता है, वो प्ले करता है। तो ऐसा प्ले करने वालों को क्या बुलाते थे? हिपोक्रेट्स। मतलब मास्क पहनकर दूसरा प्ले करने वाला व्यक्ति, जो अंदर है वो नहीं है, बाहर दूसरा कुछ है, अंदर दूसरा कुछ है, वो है ഹിപ്പോക്രറ്റ്സ്. അതായത് പണ്ട് കാലത്ത് ഈ സ്റ്റേജുകളിലൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന ആക്ടേഴ്സിനെ ആയിരുന്നു ഹിപ്പോക്രറ്റ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ 6-7 മാസ്ക് കാണും വർക്കിങ്ങിന്. അതായത് ഒരു മാസ്ക് ഇടും, അപ്പോൾ ഒരു കളി കളിച്ചിട്ട് അത് മാറ്റിയിട്ട് നമ്മുടെ കഥകളിയൊക്കെ പോലെ അതുപോലൊരു മാസ്ക്, അതങ്ങോട്ട് ഇട്ടിട്ട് കഥ കളിക്കും, ആ കളി കളിക്കും. അതിനുശേഷം വേറെ മാസ്ക് ഇട്ട് വേറൊരു ആക്ട് ചെയ്യും, പിന്നെ മൂന്നാമത്തെ മാസ്ക്. അപ്പോൾ ഒരു ആക്ടർ തന്നെ പല വേഷങ്ങൾ ധരിക്കും. അതിനെയായിരുന്നു കപടഭക്തി. ഹിപ്പോക്രറ്റിൻ്റെ അർത്ഥം, മൂല അർത്ഥം അത് തന്നെ. എന്ന് പറഞ്ഞാൽ ഒരല്ല, പല മുഖങ്ങളുണ്ട്. വെളിയിൽ കാണുന്നത് പോലെ അല്ല അകം. അപ്പൊ പരീശന്മാര് ഇതുപോലെ മാസ്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. तो फरीसी लोग इसी तरह हिपोक्रेट्स एक्टर्स के जैसा मास्क हटाते रहते थे. संडे एक मास्क, मंडे अलग एक मास्क, चर्च में एक मास्क, बाहर एक मास्क, टेम्पल में एक मास्क, बाहर एक मास्क. तो ऐसे लोगों से जीसस वॉज वेरी हार्ड. യേശു കർത്താവ് വളരെ ടഫായിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള പെർസെപ്ഷൻ നമുക്ക് മാറണം. जीसस के प्रति हमारा परसेप्शन हटना है. हिपोक्रेट्स के खिलाफ परमेश्वर बड़े हार्ड वर्ड्स को इस्तेमाल किए. अब देखो वर्सेस 14 14 वाक्യം അണ്ടർലൈൻ करते जाने. पेंसिल या पेन कोई भी अगर आपके हाथ में എന്തെങ്കിലും പെൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകണം. किधर किधर हिपोक्रेट्स लिखा है, അവിടെ कपटी करके लिखा है, കപടഭക്തി എഴുതിയിട്ട് അവിടെ എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിക്കും. 13 में है, 14 14 में है, 15 वर्सेस, 16 വേഴ്സസ് ജെക്കെ. 16 വാക്യം നോക്കിക്കേ. 16 വാക്യം, എ അന്തേ അഗുവായെ, എ അന്തേ അഗുവായെ. അവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് മൂടന്മാരും കുരുടന്മാരുമായുള്ളവരെ. മൂടന്മാരും കുരുടന്മാരും, മൂടന്മാരും കുരുടന്മാരും. അതാണ് 17. 17 വചൻ में देखे, ए मूर्ख और अंधे, fools and blind. ഇസ് ഇറ്റ് എ ഹാർഡ് വേർഡ്? ഇതൊരു ഹാർഡ് വേർഡ് അല്ലേ? കുരുടന്മാരും പിന്നെ ആരാണ്? മൂടന്മാരും. വേഴ്സസ് 19 19 വാക്യം അഗെയിൻ, ഹേ ഹന്തേ, കുരുടന്മാരായുള്ളവരെ. വേഴ്സസ് 24 അഗെയിൻ സെയിം. 25 വാക്യം 25, ഹിപ്പോക്രറ്റ്സ്. 26 അവരെ നേരിട്ട് വിളിക്കുകയാണ്. 26 वचन में देखे, उनको डायरेक्टली बोल रहा है. यीशु ऐसे नहीं बोल रहा है मैं इधर का बात नहीं बोल रहा हूं, मैं दूसरे जगह का बात बोल रहा हूं, ऐसे नहीं बोल रहा है यीशु मसीह. उनको डायरेक्टली बुला रहा है 26 में. 26 വാക്യം നോക്കിക്കേ, കർത്താവ് എന്താ പറയുന്നത്? കുരുടനായ പരീശനെ. അല്ലാതെ യേശു ഇങ്ങനെയല്ല പറയുന്നത്, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഞാനങ്ങ് വേറൊടുത്ത കാര്യം, അങ്ങനൊന്നുമല്ല. യേശു അവരോട് പറയുകയാണ്, കുരുടനായ പരീശനെ, ബ്ലൈൻഡ് ഫാരിസി. 27 27 വാക്യം, खबड़भक्तिकाराय, हिपोक्रेट्स अगेन. और आगे एक जीसस एक बात बोलता है, അവിടെ പറയുക വെള്ള തേച്ച ശവക്കല്ലറ. और देखिए आगे क्या लिखा है 27 में, वहां पर लिखा है कि फिरी हुई, चूना फिरी हुई कब्रें, चूना लगाया हुआ कब्रें, वाइट वॉश टूम्स, वाइट वॉश टूम्स. 29 വാക്യം 29, hypocrites. And then very very serious 33 33 വാക്യം 33, പാമ്പുകളെ, സർപ്പസന്തതികളെ, ഹേ സാപ്പോ, ഹേ കരേത്തോ കരേത്തോं के बच्चों, സർപ്പൻസ് ആൻഡ് ജനറേഷൻ ഓഫ് വൈപ്പേഴ്സ്. പാമ്പുകളെ, സർപ്പസന്തതികളെ. वो 33 में देखिए आगे क्या लिखा है. 33 വാക്യത്തിൽ പിന്നെയും കൊടുത്തിരിക്കുന്നത് കണ്ടോ,
നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നരകവിധി. അപ്പം നരകമാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളതെന്ന്. देखो क्या लिखा है, तुम नरक के दंड से क्यों कर बचेंगे? नरक, नरक, जीसस इज टॉकिंग अबाउट हेल. So do you think it's a very tough words, very hard words? തോന്നുന്നുണ്ടോ പ്രിയരെ? യേശു ഇവിടെ വളരെ ഹാർഡ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കിസ്കെ ഖിലാഫ്, കിസ്കെ പ്രതി? ഫോൾസ് സ്പിരിച്വാലിറ്റി, ഫോൾസ് ലീഡേഴ്സ്, കപടഭക്തിക്ക്, കപടഭക്തിയുള്ള ആത്മീയത, വേഷത്തിലുള്ള ആത്മീയത. വേഷത്തിലുള്ള ആത്മീയതയുടെ അന്ത്യം നരകമാണ്. जो 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 स्पिरिचुअलिटी केवल बाहरी है, उसका एंड हेल है, नरक है, करकर यीशु मसीह कहता है. सो जीसस इज वेरी हार्ड हियर. यीशु मसीह बहुत ही हार्ड वर्ड्स को यहां पर इस्तेमाल करता है. डियर ब्रदर्स एंड सिस्टर्स, वी शुड बी वेरी वेरी केयरफुली अंडरस्टैंड दिस. मैं और आप लोग बड़े ध्यान पूर्वक इसे अच्छे से समझना. यीशु मसीह हार्ड सेइंग से बात करता है. യേശു പലപ്പോഴും കട്ടിയായ വാക്കുകൾ സംസാരിക്കാറുണ്ട്. എപ്പോഴും സ്നേഹം, കൃപ, സോഫ്റ്റ്, അങ്ങനല്ല. यीशु मसीह हमेशा सॉफ्ट, कृपा, ऐसा नहीं है. ही टॉक्स हार्ड थिंग्स टू अस. ओके, तो ये मन में रखे हम लोग आगे जाएंगे. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പൊ ഈ പരീക്ഷൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കരുത് എല്ലാ പരീക്ഷന്മാരും പ്രശ്നക്കാരായിരുന്നു. എല്ലാവരെയും കുറിച്ചല്ല. നല്ല പരീക്ഷന്മാരുണ്ട്. പൗലോസ് നല്ലൊരു പരീക്ഷനായിരുന്നു. നിക്കോദിമോസ് നല്ലൊരു പരീക്ഷനായിരുന്നു. तो फरीसी करके बोलेंगे तो हम लोग ये नहीं समझना कि सारे फरीसियों के बारे में बोल रहा है. नहीं, अच्छे फरीसी थे. फॉर एग्जाम्पल पॉल, पॉल वॉज ए गुड फैरिसी. फिर उसके बाद निकोदिमोस को देख सकते हैं. सो जेन्युइन फैरिसीस लोग थे. बाय द वे, ഫാരിസി करके, ഫാരിസി का വേർഡ് का मतलब क्या है? व्हाट इज द मीनिंग ऑफ ഫാരിസി? എന്താണ് പരീക്ഷന്റെ വേർഡിന്റെ അർത്ഥം തന്നെ? എന്താണ്? സെപ്പറേറ്റഡ് വൺ, വേർതിരിക്കപ്പെട്ടവൻ, സെപ്പറേറ്റഡ് വൺ. वो लोग ജെനുവിൻലി പ്രഭു കെ വചൻ കോ കീപ് കർണ ചാത്തെ. ദൈവത്തിൻ്റെ വചനത്തെ അവർ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ അവർ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അതിനെ തോറെ ഒരിക്കലും ആരും ലംഘിക്കരുത് എന്നുള്ള കർക്കശമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് വന്നിരുന്നു. परमेश्वर के नियम को कोई भी नहीं तोड़ना चाहिए बोलकर बड़े स्ट्रिक्टली वो लोग हर एक चीज को पालन करते थे. इवन छोटे छोटे माइन्यूट थिंग्स को भी पालन करते थे. एक स्टडी ऐसा बोलता है, देयर वर 7 kinds of Pharisees during the time of Jesus. 7 टाइप പരീക്ഷന്മാർ യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. सबका नाम अभी लेकर मैं टाइम नहीं लेना. उसमें एक फरीसी का नाम है द ब्लीडिंग फैरिसी, रक्तमൊഴുകുന്ന फरीशन. क्या है उसका मतलब? वो मार्केट प्लेस में देखते तो औरत लोग को नहीं देखता है. അവൻ മാർക്കറ്റ് പ്ലേസിൽ ചെല്ലുമ്പോൾ സ്ത്രീകളെ നോക്കത്തില്ല. അപ്പം തല കുനിച്ച് ഇങ്ങനെ നടക്കും. ചെന്നെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കും. അപ്പം ചോര വീഴും. किधर भी जाके ठोकता है और उसके शरीर से ब्लड आता है. तो इसके लिए ऐसे फारिसीज को ब्लीडिंग फारिसीज करके बोलते थे. दे डोंट लुक एट वुमन, स्त्रियों को देखता ही नहीं था. तो जितना ब्लीडिंग बॉडी में, लोगों को देख के पता चलता है कितना स्पिरिचुअल है आदमी. ബോഡിയിൽ എത്ര ബ്ലീഡിങ് ഉണ്ടോ അത്രയും ആൾക്കാർ നോക്കിയിട്ട് പറയും ഭയങ്കര ആത്മികനാണ്. മത്ലബ് ദേ ലുക്ക്ഡ് അറ്റ് വെരി വെരി स्मॉल माइन्यूट थिंग्स. यू नो, वो टाइथ क्या देते थे? 23 में लिखा है, 23-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ, അവര് ടൈത്ത് എന്തൊക്കെ കാര്യത്തിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കിത്തനാ ബെഹത്തർ है ये लोग. 23-ാമത്തെ വാക്യം, एक कपटी शास्त्रीय फरीसियों, तुम पर हाय, तुम पुदीने, सौंफ और जीरे का दशवांश भी देते थे. കണ്ടോ? തുളസി, ചതക്കുപ്പ, ജീരകം, ഇവയിൽ ദശാംശം കൊടുക്കുന്നവരായിരുന്നു. मतलब छोटे बात को भी 1 किलो जीरा लिया तो
उसमें से दशवांश उठाकर बाजू रखता था। खाने के चीज में भी दशवांश देने वाले, वेरी वेरी, प्रभु का वचन को, लॉ को वैसे ही करने के लिए वो लोग देखते थे। नेक्स्ट, उसका चैप्टर 23 का 14 जरा देखिए, 14, 14-ാമത്തെ വാക്യം. ദേ ഡിഡ് ലോങ് പ്രേയേഴ്സ്, നീണ്ട പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കായിരുന്നു. ലംബി പ്രാർത്ഥന करता था. लंबी प्रार्थना करने वाले, हम लोग क्या सोचते हैं, लंबा प्रार्थना करो, ओह ये तो बहुत ही गजब का आदमी है, ഇത് ഭയങ്കര നീട്ടിയ പ്രാർത്ഥനയാണ്, ചെറിയ വാക്കിലും നിർത്തത്തില്ല, നല്ല നീട്ടിയ പ്രാർത്ഥന, ലോങ് പ്രേയേഴ്സ്. वो काली नहीं. वर्सेस 15 जरा देखिए, 15-ാമത്തെ വാക്യം, 15. वो लोग ഇവാഞ്ചലിസം करता था. അവര് എന്ത് ചെയ്തിരുന്നു? അവര് ആ, ആ, അവര് ആം, സുവിശേഷം പറയാൻ ഭയങ്കര ഏ, എന്തുവായിരുന്നു അവർക്ക്? ആ, ദാഹമായിരുന്നു. 15-ാമത്തെ വാക്യം നോക്കിക്കേ, 14-ാം വാക്യം തൊട്ട് നോക്കിക്കേ, 14-ാം വാക്യം. നിങ്ങൾ वे कप ഒരുത്തനെ നിങ്ങൾ ഒരുത്തനെ 14-ാമത്തെ വാക്യം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. അവ നോക്കിക്കേ, സുവിശേഷ പ്രവർത്തനം, കടലും കരയും ഒക്കെ ചുറ്റി നടക്കും. 15 वचन जरा देखिए, कपटी शास्त्रियों, फरीसी तुम पर हाय, तुम एक जन को अपने मत में लाने के लिए सारे जल और तल में फिरते हो. मतलब उधर इधर पूरा जगह पर घूमता है, किसके लिए? अपने मत में लेके आने के लिए, अपने रिलीजन में लेके आने के लिए इवेंजलिज्म करने वाले लोग थे. सी, टाइट देता था प्रॉपरली, लंबी प्रार्थना करता था, इवेंजलिज्म का बहुत ही प्यास था, മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ ഭയങ്കര ദാഹം, ടൈത്ത് കൊടുക്കും കറക്റ്റ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഓബിക്കാലിനെ ഡോക്ടറിൻ ബി സഹി, ഉപദേശവും കറക്റ്റാണ്. സി, വേഴ്സസ് 2, 2-ാമത്തെ വാക്യം, 23-2. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിക്കുവിൻ. യേശു തന്നെ പറയുക, അവർ പറയുന്നതെല്ലാം കറക്റ്റാണ് കേട്ടോ. അവർ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് എടുത്ത് പറയുന്നത്. देखो यीशु क्या कह रहा है. दूसरा वचन, शास्त्री और फरीसी मूसा के गद्दी पर बैठे, मतलब दे हैव अथॉरिटी, इसलिए कि तुमसे, इसलिए वे तुमसे जो कुछ वे कहते वो करना. मतलब उनका जो टीचिंग है, इट इज ऑर्थोडॉक्स टीचिंग, मतलब इट इज राइट टीचिंग, उनका टीचिंग राइट है. वो लोग झूठे लोग हैं, लेकिन वो लोग मुंह से क्या, कौन सा वचन बोलते हैं? मूसा को दिया हुआ वचन, प्रभु का वचन नहीं बोलते. ट्रेडिशन को वो लोग करते हैं, वो अलग बात है, लेकिन उनका मुंह से बोलता है लव योर नेबर्स, पड़ोसी से प्रेम करो. റൈറ്റ്, ഇറ്റ്സ് എ റൈറ്റ് ടീച്ചിങ്. റൈറ്റ് ടീച്ചിങ്, ശരിയായ കാര്യം പഠിപ്പിക്കും, ഉപദേശം കറക്റ്റാ. अभी तक हमने क्या देखा? गुड क्वालिटीज, सब बहुत अच्छा क्वालिटीज है इनके पास. टाइट देते थे प्रॉपर, इवेंजलिज्म करते थे, दूसरों को सुसमाचार सुनाते थे, दूसरों को प्रभु में लेके आने की प्यास था, മറ്റുള്ളവരെ കർത്താവിൽ കൊണ്ടുവരാനുള്ള ദാഹം. നമ്പർ 3, ലോങ് പ്രെയർ, ലംബി പ്രാർത്ഥന, നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. 4, ഉപദേശം കറക്റ്റായിരുന്നു, ഉപദേശ് ബി കറക്റ്റ്. नंबर 5, कपड़ा भी करेक्ट है, തുണിയും കറക്റ്റാ. കപ്പട देखो इनका, അവരുടെ തുണി നോക്കിക്കേ. വേഴ്സസ് 5, 5-ാമത്തെ വാക്യം, സോറി, 5-ാമത്തെ വാക്യം, 5वां वचन जरा पढ़ी. वे अपने सब काम लोगों को दिखाने के लिए करते हैं, वे अपने ताबीजों को चौड़ा करते और अपने वस्त्रों की कोरें बढ़ाते हैं. हाँ, മലയാളത്തിൽ വായിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. हाँ, ये क्या है, ये क्या है, ये जो बोल रहा है, मैं एक फोटो दिखाता हूँ, आप लोगों को समझ में आएगा. ये ഫൈലാട്രിസ് करके क्या बोले, മന്ത്രപ്പട്ട എന്ന് പറഞ്ഞ എന്ത് സംഭവം? ആണ്ട് ഈ കാണുന്ന ഫോട്ടോ, ये फोटो में देख रहे हैं, ये देखें, ये ये है, ये लेदर बॉक्स है, इधर लेदर बॉक्स है, ഇതിന്റെ അകത്ത് എന്തോ, इसके अंदर क्या मालूम है? प्रभु का वचन है. ये सर पे लगाते प्रार्थना करने, ഇത് തലയിൽ വെച്ച് അവർ കെട്ടി വെച്ച് പ്രാർത്ഥിക്കും. ഇതിനകത്ത് മൊത്തം ദൈവജനത്തിൽ ഇങ്ങനെ ചുരുളിങ്ങനെ ചെറിയ ചെറിയ
छोटा छोटा बाइबल वर्सेस उसके अंदर लिखा हुआ है। इसको बड़ा करता है, ഇതിനെ ब्रॉड, इसको ब्रॉडन करता है, ഇതിനെ वलिदाക്കും। तो प्रार्थना करने के टाइम प्रभु का वचन सर पे हाथ में भी बांधते, सर पे भी है। और उसको ब्रॉड किया, അതിനെ वलिदाकी, मतलब वर्ड भी है, प्रार्थना भी है, ड्रेस कोड भी है, करेक्ट ड्रेस कोड है। संडे कौन सा कपड़ा पहन के जाना है चर्च में? कौन सा कलर? വൈറ്റ് കളർ, വൈറ്റ് കളർ ഇട്ടുള്ളൂ. കറക്റ്റ് ഡ്രസ് കോഡ്, കറക്റ്റ് എവറിത്തിങ്, കറക്റ്റ് എവറിത്തിങ് കറക്റ്റ്, गारमेंट करेक्ट, वर्ड है, प्रार्थना है, टाइट देता है, एवरीथिंग करेक्ट। लेकिन യേശു ने इनको बोला हाय तुम पर. യേശു ഇവരെ നോക്കിയിട്ട് പറയുക, കപട ശാസ്ത്രിമാരും പരീശന്മാരെ, നിങ്ങൾ കപടമുള്ളവരാണ്, യു ആർ ഹിപ്പോക്രറ്റ്സ്. വൈ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബ്ലം? ഓൾ ദി റിലീജിയൻ ഇസ് ഔട്ട്വേർഡ്. അവരുടെ എല്ലാ മതവും അവരുടെ എല്ലാ ആത്മീയതയും പുറത്ത് മാത്രമേ ഉള്ളൂ, അകത്തില്ല. उनका सारा स्पिरिचुअलिटी जो है वो खाली बाहर है, अंदर नहीं है. अंदर नहीं है आत्मिक जीवन, അകത്തില്ലാത്ത, इंटरनलाइज ചെയ്യാത്ത ആത്മിക ജീവിതം. अंदर कोई जीवन नहीं है, नाम है. बाहरी तौर से देखेंगे तो बहुत कुछ कहने के लिए, लेकिन अंदर नहीं है. दैट इज द प्रॉब्लम हियर. दैट इज द प्रॉब्लम हियर. नाउ कम टू वर्सेस 3. മൂന്നാമത്തെ വാക്യം നോക്കിക്കേ, तीसरा वचन. इसलिए वे तुमसे जो कुछ कहे वह करना और मानना, परंतु उनके से काम मत करना, क्योंकि वो कहते तो हैं लेकिन करते नहीं. Did you see the problem? ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അതാണ് वो है प्रॉब्लम. वो लोग बातें तो बोलते हैं लेकिन करते नहीं है. ബാത്തെ തോ സ്പിരിച്വാലിറ്റിക്ക് പറയുന്നത് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെയാ, പക്ഷെ ജീവിതത്തിൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു വെള്ളം പോലും കൊണ്ടിട്ടില്ല. ജീവൻ മേ സ്പിരിച്വാലിറ്റിക്ക് പാനി കാ ബൂന്ദ് ഭി नहीं लगा हुआ. ജീവൻ മേ പരമേശ്വർ ഹൈ नहीं. ജീവിതത്തിൽ കർത്താവില്ലാത്ത ജീവിതം, വെളിയിലുള്ള ഒരു ആത്മീയത. ഓക്കെ, നെക്സ്റ്റ് വേഴ്സസ് 4, നാലാമത്തെ വാക്യം. They don't sympathize with the people. വ്യക്തികളോട് അവർക്കൊരു സിമ്പതി ഇല്ല, അവർക്ക് ദയയില്ല, വ്യക്തികളെ സ്നേഹിക്കുന്നില്ല. They don't love people. Verses 4 देखिए. वो एक ऐसे भारी बोझ को जिनको उठाना कठिन है बांधकर उन्हें मनुष्यों के कंधों पर रखते हैं, परंतु आप उन्हें अपनी उंगली से भी സർക്കാൻ नहीं चाहते. അവർ ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. കണ്ടോ? അപ്പം വ്യക്തികളോടുള്ള ദയയും കരുണയും സ്നേഹമൊന്നുമില്ല. അവര് ചുമട്ട് അവരുടെ തലയിലോട്ട് ഇട്ടിട്ട്, അവരുടെ ഷോൾഡറിലോട്ട് ഇട്ടിട്ട്, കനമുള്ള ചുമടുകൾ ഇട്ടിട്ട് പറയുകയാണ്, നിങ്ങളിത് അനുസരിക്കണം കേട്ടോ, നിങ്ങളിത് അനുസരിക്കണം. ശബത്തിന്റെ ദിവസം പായെടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല, ശബത്തിന്റെ ദിവസം സൗഖ്യം കിട്ടാൻ പറ്റത്തില്ല, ഇതെല്ലാം ഇവർ പറയും. व्यक्तिகளோட करुणയും स्नेहവും ഇല്ലാത്ത परीक्षण. देखिए लोगों के प्रति प्रेम नहीं है. शब्द के दिन लोग बोलेंगे, अरे शब्द के दिन काट उठा के नहीं जा सकता है, शब्द के दिन चंगाई नहीं हो सकता है, शब्द के दिन वो नहीं कर सकता, ये नहीं कर सकता है. लोगों के ऊपर ऐसा भारी बोझ को डालते हैं, लेकिन खुद वो नहीं करते, लेकिन लोगों के ऊपर शोल्डर रखते हैं. दैट मीन्स they don't love the people. जनते स्नेहिക്കാത്ത ഇടയന്മാർ. देखो दो बात मैंने बताया. नंबर 1, they preach but they don't practice. പ്രസംഗിക്കും, പ്രവർത്തിക്കത്തില്ല. നമ്പർ 2, they don't love, they don't sympathize with the people. ജനത്തോട് സ്നേഹവും കരുണയുമില്ലാത്ത വ്യക്തികൾ. നമ്പർ 3, വേഴ്സസ് 5, അഞ്ചാമത്തെ വാക്യം. They do all their deeds to be noticed by men. അഞ്ചാമത്തെ വാക്യം നോക്കിക്കേ. അഞ്ചാമത്തെ വാക്യം,
वे अपने सब काम लोगों को दिखाने के लिए करते हैं. അവർ തങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന എന്തിനാ? പ്രാर्थना क्यों कर रहे? दिखाने के लिए. टाइथ क्यों दे रहे? दिखाने के लिए. इवेंजलिज्म क्यों कर रहे? दिखाने के लिए. ये प्रेयर प्रेयर करने के टाइम लेदर का बॉक्स क्यों पहने? दिखाने के लिए. ऑल ആക്ടിവിറ്റീസ് ടു ഷോ പീപ്പിൾ ഐ ആം സംതിങ്. വ്യക്തികളെ കാണിക്കുവാൻ ഞാൻ എന്തോ സംഭവമാണെന്ന്. പ്രാർത്ഥിക്കുന്ന എന്തിനാ? കാണിക്കാൻ വേണ്ടി. കൊടുക്കുന്ന എന്തിനാ? കാണിക്കാൻ വേണ്ടി. മറ്റുള്ള ഓൾ റിലീജിയസ് ആക്ടിവിറ്റി, എല്ലാ ആത്മീക പ്രവർത്തനവും വ്യക്തികളെ കാണിക്കാൻ വേണ്ടി, ടു ഡിസ്പ്ലേ ബിഫോർ ദ പീപ്പിൾ. ലോഗ് നോട്ടീസ് करके बोलना चाहिए വാവ് പ്രയോ ക്യാ ബാത് ഹൈ. വ്യക്തികൾ ഇത് കണ്ടിട്ട് നല്ല കാര്യങ്ങൾ പറയണം. ദാറ്റ് ഈസ് നമ്പർ 3. നമ്പർ 4 വേഴ്സസ് 6, 6ാമത്തെ വാക്യം. जेवनारों में मुख्य मुख्य जगह और सभा में मुख्य मुख्य आसन और बाजारों में नमस्कार और मनुष्य की रब्बी कहलाना उन्हें बाता है. അത്താഴത്തിൽ പ്രധാന സ്ഥലം കിട്ടണം. ഫസ്റ്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പുള്ളി പണം. അടുത്തത്, പള്ളിയിൽ മുഖ്യ സ്ഥാനം കിട്ടണം. പള്ളിയിൽ എന്ത് കിട്ടണം? എപ്പോഴും പുള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, നല്ലത് നല്ലത് നല്ല പറഞ്ഞുകൊണ്ടിരിക്കണം. हमेशा उनका नाम बोलना चाहिए. वहाँ पर लिखा है कि सभा में मुख्य आसन, मतलब फ्रंट रो अगर उनको सीट नहीं मिलेंगे तो उनको अच्छा नहीं लगेगा. हमेशा चर्च में, टेम्पल में उनका नाम बोलते रहने का. ये ब्रदर, ये सिस्टर, मुख्य, आई एम समथिंग. और क्या? बाजारों में നമസ്കാർ, അങ്ങാടിയിൽ വന്ദനം. അങ്ങാടിയിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് കുനിച്ചെന്ന് പറയണം. जब भी बाजारों में लोग देखते हैं तो सर झुका के बोलना चाहिए, रबी. क्या बुलाना चाहिए? ब्रदर करके नहीं बुलाना चाहिए, सिस्टर करके नहीं बुलाना चाहिए. क्या बुलाना चाहिए? रबी, ടീച്ചറേ എന്ന് വിളിക്കണം. സോ ദേ ലവ് പൊസിഷൻസ്. പൊസിഷൻ താല്പര്യമുണ്ട്. ദേ ലവ് ദാറ്റ് പീപ്പിൾ ഷുഡ് അപ്രിഷിയേറ്റ് ദം. ആൾക്കാർ അവരെന്ത് ചെയ്യണം? എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യണം, प्रोत्साहिപ്പിക്കണം. लोग हमेशा उनको अप्रिशिएट करना चाहिए. लोग हमेशा उनको जो है प्रोत्साहित करना चाहिए. दैट इज नंबर 4. उसके बाद जीसस 8 to 12, 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ यीशु मसीह कहता है ചില लोगों को तुम्हारे बीच में ऐसा नहीं होना चाहिए. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത്. तो यीशु मसीह ये बातें क्यों कह रहा है? യേശു കർത്താവ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്? खाली फरीसियों को उनके झूठे बातों को दिखाने के लिए खाली नहीं, बल्कि यीशु कुछ दिनों के बाद मरकर स्वर्ग में पिता के पास जाने वाला है. डिसाइपल्स ये आगे मिनिस्ट्री करने वाला है. वो लोग ये फरीसियों के जैसा नहीं करना चाहिए. उनके लिए एक लेसन भी है ये. समझ में आया? പരീശന്മാരെ മാത്രം അവരുടെ കപടഭക്തി കാണിക്കാൻ വേണ്ടി മാത്രമല്ല യേശു ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രത്യുത യേശു കുറച്ച് ദിവസം കഴിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ചെന്നിരിക്കും. എന്നാൽ ഈ ശിഷ്യന്മാർ ഈ ലോകത്തിൽ തൻ്റെ പ്രവൃത്തി മുൻപോട്ട് തുടരും. അപ്പോൾ അങ്ങനെ തുടരുമ്പോൾ അവർ ഈ പരീശന്മാരെ പോലെ ആവരുത്. സ്ഥാനക്കയറ്റത്തിനും പിന്നെ കപടഭക്തിയിലും അവർ അങ്ങനെ ആവരില്ല. ജനത്തെ സ്നേഹിച്ച്, കരുണ കാണിച്ച്, സത്യം, സ്നേഹത്തിൽ സത്യം സംസാരിച്ച്, പൊസിഷന് വേണ്ടി അടിയുണ്ടാക്കി, അതിനു വേണ്ടി ഇടിയുണ്ടാക്കി അങ്ങനെ പോവാതെ എടുക്കേണ്ട മാതൃക എന്താണെന്നാണ് 8 to 12 വരെ പഠിപ്പിക്കുന്നത്. സോ 8 से लेके 12 यीशु मसीह अपोस्टल लोग, रसूल लोग, प्रेरित लोग, नहीं तो ट्रू लीडर्स कैसा होना चाहिए कर 8 से लेके 12 में हम लोग देख सकते हैं. 8 to 12 വരെ कैसा होना चाहिए, എങ്ങനെ ഉണ്ടാകണം. मैं बस बोलता हूँ, आप लोग लिख के ചില കാര്യം മാത്രം ഞാൻ പറയാം, അത് എഴുതിക്കണം. നമ്പർ 1, they should have a true devotion before God. ദൈവത്തിൻ്റെ മുൻപാകെ യഥാർത്ഥ ഭക്തിയുള്ളവരായിരിക്കണം. they should not be hypocrites. എന്ന് പറഞ്ഞാൽ അകവും വെളിയും ഒന്നായിരിക്കണം. അന്തർ और बाहर एक जैसा होना चाहिए. 1. നമ്പർ 2, they should love the people. They should love the Lord, they should love the people.
ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെയും വിശ്വാസികളെയും സ്നേഹിക്കുന്നവരായിരിക്കണം. They should love the people. Number 2, verses 11 ജरा देखिए, 11ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ. जो तुम्हें बड़ा है वो तुम्हारा सेवक बने. He should be a servant. He should be doing service. Servant. മുഖ്യസ്ഥാനമല്ല നോക്കേണ്ടത്, ശുശ്രൂഷയാണ്. He should be serving. No place of honor. शायद ऑनर भी नहीं मिलेगा. Don't look for it. No, don't look for honor. And next one, 12ാമത്തെ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത് തന്നെത്താൻ താഴ്ത്തുന്ന, humility. वहां पर लिखा है जो अपने आप को छोटा बनाएगा, जो अपने आप को छोटा बनाएगा, ह्यूमिलिटी. सो देखिए, कॉन्ट्रास्ट देखा आपने, फरीसी और ജീസസ് का ഡിസൈപ്പിൾസ് കൈസാവാണ്, ജീസസ് का ലീഡേഴ്സിലോ കൈസാവാണ്. യേശുവിൻ്റെ ലീഡേഴ്സും യേശുവിൻ്റെ ശിഷ്യനും പരീശൻ്റെ കോൺട്രാസ്റ്റ് കണ്ടോ അവിടെ? देखा आपने? ट्रू डिसाइपल्स, ट्रू लीडर्स क्या है? दे आर हम्बल, they are into service, they love God and they love people. And number 4, they have a true devotion towards Lord Jesus. प्रभु के प्रति सही भक्ति, प्रभु और लोगों से प्रेम करते हैं, नम्र से सेवकाई करते हैं, नम्र से सेवकाई करते हैं, താഴ്മ ധരിച്ച് ശുശ്രൂഷ ചെയ്ത് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ച് യഥാർത്ഥ ഭക്തി ജീവിതത്തിലുള്ള ശുശ്രൂഷകന്മാരായിത്തീരുകയാണ്, ദൈവമക്കളായിത്തീരും. അതാണ് ഫസ്റ്റ് 12 verses. ओके, सो ये जीसस किससे बात कर रहा है? डिसाइपल्स लोग से बात कर रहा है. യേശു ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. अभी 13 से लेके 33 तक, 13 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് ഇസ് ടോക്കിംഗ് ടു ദ ഫാരിസീസ്. യേശു കർത്താവ് പരീശന്മാരോട് ഡയറക്റ്റ് സംസാരിക്കുക. പരീശന്മാരോട് 7 തവണ यीशु मसीह फरीसी लोग से बात कर रहे, 13 से लेकर 33 तक. 7 बार यीशु मसीह एक वर्ड को इस्तेमाल करते. 7 तवण യേശു കർത്താവ് ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. देखिए 13 वर्सेस देखें. है कपटी शास्त्री और फरीसी तुम पर हाय, तुम पर हाय. കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് ഹാ കഷ്ടം, വോ ടു യു. हमने चैप्टर 21 में हमने एक बात को देखा था. 21ാം അധ്യായത്തിൽ ഒരു കാര്യം കണ്ടായിരുന്നില്ലേ? 21 में क्या देखा था? 21 का 18 से हम लोग पढ़ेंगे तो क्या देखते हैं? यीशु मसीह ने फिग ट्री को भी देख के ऐसी बोला था, राइट? ഇല്ലേ? 21ാം അധ്യായത്തിന്റെ 18ാം വാക്യം തൊട്ട് വായിച്ചു നോക്കിക്കേ. അവിടെ ആ അത്തിവൃക്ഷത്തെ നോക്കി യേശു അങ്ങനെയൊക്കെ ഇല്ലേ പറഞ്ഞത്? ശപിച്ചു, ഇല്ലേ? cursing the fig tree. किसके लिए कर्स किया? Because there is no fruit. फलमिല്ലാതിരിക്കുന്ന അത്തിവൃക്ഷം. फल नहीं था उस जैतून में, इसके लिए परमेश्वर ने उस जैतून के पेड़ को देखकर बोला हाय तुझ पर, curse to you. So this is the same thing happened. ഇവിടെയും 7 തവണ 7 बार फरीसियों को देखकर बोलता है हाय तुम पर, वो टू यू, നിങ്ങൾക്ക് ആ കഷ്ടം. Why? Number 1 reason. So I'm going to give you 7 reasons. 7 കാരണങ്ങൾ നമുക്ക് നോക്കാം. Number 1 reason, ഒന്നാമത്തെ കാര്യം, for rejecting Jesus and his kingdom. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും യേശുവിനെയും അവർ നിരസിച്ചത് കൊണ്ട് ആ കഷ്ടം. യേശു मसीह के बादशाही को और यीशु मसीह को उन्होंने रिजेक्ट किया, इस वजह से हाय तुम पर. देखिए वर्सेस 13 and 14, 13-14 वाक्य कोई भी पढ़ी. 13 and 14 मलयालम और हिंदी में पढ़ी.
हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम मनुष्यों के लिए स्वर्ग के राज्य का द्वार बंद करते हो, न तो स्वयं ही उसमें प्रवेश करते हो और न उसमें प्रवेश करने वालों को प्रवेश करने देते हो। हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम विधवाओं के घरों को खा जाते हो और दिखाने के लिए बड़ी देर तक प्रार्थना करते रहते हो, इसलिए तुम्हें अधिक दंड मिलेगा। ആ 13-14 വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. देखा आपने, खुद इन लोग प्रभु के राज्य में नहीं आते और दूसरों को भी ये लोग प्रभु के राज्य में आने के लिए മനാ करते. സ്വയം അവർ ദൈവരാജ്യത്തിൽ വരുത്തില്ല, പിന്നെ മറ്റുള്ളവർ വരാൻ താല്പര്യമുള്ളവരെ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യത്തില്ല, അവര് കടത്തത്തില്ല. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണം, അവിടെ ഉസ്മേ യേശു മसीह देता हुआ एक बात देखे, verses 14, तुम लोग विधवाओं के घर को खा लेते हो. നിങ്ങൾ വിധവമാരുടെ വീട്ടിൽ ചെന്നിട്ട് നീട്ടിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ വിഴുങ്ങുന്നു. ഉന്നെ ഖാ ലേത്തിയോ, ഹൗ? मार्क चैप्टर 12 में जरा आइए, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വരെ. हम लोग ये ज्यादातर ऑफरिंग के टाइम में बोलता हुआ एग्जाम्पल है. ऑफरिंग के समय था പറയുന്നത്, क्या मालूम है? एक विधवा के हाथ में एक छोटा सिक्का था, ഒറ്റ എന്തുണ്ടായിരുന്നുള്ളൂ, കോയിനെ ഉണ്ടായിരുന്നല്ലോ. वो भी उसने प्रभु के लिए दिया. इसके लिए आपका पर्स में जो भी है सब कुछ हमारा ऑफरिंग बॉक्स में डाल दो. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സിലുള്ളതെല്ലാം ഞങ്ങളുടെ ഓഫറിംഗ് ബോക്സിൽ ഇട്ടിട്ട്, क्योंकि विधवा का एक ही था, उसने वो भी दे दिया. लेकिन यू शुड अंडरस्टैंड क्यों उसके हाथ में एक ही सिक्का है, समझना क्यों है. देखो चैप्टर 12 उसका 41 एंड 42, 41 एंड 42. वह मंदिर के भंडार के सामने बैठकर देख रहा था कि लोग मंदिर के भंडार में किस प्रकार पैसे डालते हैं, और बहुत से धनवानों ने बहुत कुछ डाला. इतने में एक कंगाल विधवा ने आकर 2 दमड़ियां, जो एक अधेले के बराबर होती हैं, डाली. तब उसने अपने चेलों को पास बुलाकर उनसे कहा, मैं तुमसे सच कहता हूं कि मंदिर के भंडार में डालने वालों में से इस कंगाल विधवा ने सबसे बढ़कर डाला है. तो हम लोग क्या बोलते हैं, देखो वो विधवा ने जो एक डाला वो प्रभु देखा छोटा है तो भी प्रभु ने देख कर उसको ब्लेस किया. लेकिन एक सवाल, इस औरत के हाथ में एक ही कॉइन कैसा बच गया, एक ही छोटा कॉपर कॉइन कैसा बच गया? देखो उसका 38, 39, 40 जरा पढ़िए. അതിന് 38, 39, 40 വാക്യം വായിച്ചേ. ഈ സ്ത്രീയുടെ കയ്യിൽ ഒറ്റ കോപ്പർ കോയിൻ മാത്രമായിട്ട് ശേഷിച്ചതിന്റെ കാരണം എന്താ? 38, 39, 40 പഠി. उसने अपने उपदेश में उनसे कहा, शास्त्रियों से चौकस रहो, जो लंबे लंबे चोगे पहने हुए फिरना और बाजारों में नमस्कार और आराधनालयों में मुख्य मुख्य आसन और भोज में मुख्य मुख्य स्थान बिछाते हैं. वे विधवाओं के घरों को खा जाते हैं और दिखाने के लिए बड़ी देर तक प्रार्थना करते रहते हैं, ये अधिक दंड पाएंगे. अभी समझ में आया विधवाओं के घर में पैसा क्यों नहीं है? വിധവകളുടെ വീട്ടിൽ പൈസ ഇല്ലാത്തതിന്റെ കാരണം മനസ്സിലായോ? समझ में आया आपको? क्योंकि वो पैसा पूरा कौन लेके गया? लंबी प्रार्थना करके फरीसी लेके गया. നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ച് പരീശനം കൊണ്ടുപോയി. अभी विधवा के हाथ में क्या बचा है? छोटा सा एक कॉइन, बेचारी वो भी दिया प्रभु. അതും കർത്താവിന് കൊണ്ട് കൊടുത്തു. देखो कैसा खा लेते घर में आकर, എങ്ങനെ വീട്ടിൽ വന്ന് കഴിക്കും, पूरा खा लेते. Praise Lord. तो यहां पर फरीसी लोगों के बारे में देखना, परिशमारे कांडम, वो लोग खुद प्रभु के राज्य में नहीं आते, औरों को भी प्रभु के राज्य में ആനെ के लिए लोग रुकते. ദൈവരാജ്യത്തിൽ അവർ സ്വയം വരുന്നില്ല, മറ്റുള്ളവരെയും അവർ കൊണ്ടുവരുന്നില്ല. അതാണ് ഒന്നാമത്തെ. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, വേഴ്സസ് 15, 15-ാമത്തെ വാക്യം.
റോങ് ടീച്ചിങ്, റോങ് ടീച്ചിങ്, ഏ തെറ്റായ ഉപദേശം, റോങ് ടീച്ചിങ്. വേഴ്സസ് 15, 23-15. हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम एक जन को अपने मत में लाने के लिए सारे जल और थल में फिरते हो, और जब वह मत में आ जाता है तो उसे अपने से दूना नारकिया बना देते हो। हाँ, अविश्वासी था, अभी मत में आया तो उसे डबल ट्रिപ്പിൾ അവിശ്വാസി ബൻ ഗയ. അവിശ്വാസിയായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പം അതിൻ്റെ അപ്പുറം എന്തുവായി തീർന്നു? അവിശ്വാസിയായി. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസിയാകുമ്പം ഈ അടിതടയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗുണ്ട പരിപാടിത്തിനൊക്കെ പോകുമായിരുന്നു. ഇപ്പം വിശ്വാസിയായപ്പം ഇപ്പം മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ അടി ഉണ്ടാക്കണമെന്നും പോകുന്നില്ല, പാസ്റ്ററിൻ്റെ ഗുണ്ടയായി. അങ്ങനെയുണ്ട്, പാസ്റ്ററിൻ്റെ ഗുണ്ടയായി എന്ന് പറഞ്ഞാൽ പാസ്റ്ററെ ആരിലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടത്തില്ല. प्रभु में आने से पहले लड़ाई करता था, बाजारों में उधर इधर सब लड़ाई करता. अभी प्रभु में आ गया. प्रभु में आने के बाद, मैं अभी आप लोगों को कितने लोगों को पता है कि मुझे नहीं पता, लेकिन केरला का बात कर रहा हूं मैं. प्रभु में आने के बाद अभी पास्टर का गुंडा बन गया. मतलब पास्टर को अगर कोई कुछ बोलेगा तो छोड़ेगा नहीं. पहले दुनिया में लड़ाई करता था, अभी अंदर आकर चर्च में लड़ाई करता है. तो ये लोग दुनिया के लोगों को, अविश्वासियों को प्रभु में तो नहीं तो यहूदी मत में लेके आता है. दे मेक देम, ब्रिंग देम टू जूविश रिलीजन. लेकिन आने के बाद वो बंदा उससे भी पहला दुगना ईविल हो जाता है. वाई? बिकॉज ऑफ द रॉन्ग टीचिंग, बिकॉज ऑफ द रॉन्ग एग्जाम्पल. ശരിയായ ഉപദേശം കൊടുക്കാത്തത് കൊണ്ടും ശരിയായ ജീവിതം മുമ്പിൽ ജീവിക്കാത്തത് കൊണ്ടും അവർ അവരെക്കാട്ടിൽ കപട വ്യക്തികളാകുക. वो उनसे भी बड़े कपटी हो जाते हैं. ദാറ്റ് ഇസ് നമ്പർ 2. നമ്പർ 3, മൂന്നാമത്തത് 16 തൊട്ട് 22, 16 22. Hypocrisy regarding oaths and promises. Hypocrisy regarding oaths and promises. അവര് 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ, എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നത്, അത് ചെറിയ കാര്യം എടുത്ത് സത്യം ചെയ്യും, എന്നിട്ട് വലിയ കാര്യം അതങ്ങ് വീഴും. വായിച്ചു 16 തൊട്ടുള്ള വാക്യം വായിച്ചു, 16 തൊട്ട് 22, 16-22 जरा देखिए. पढ़िए जरा. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരന് എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. ഏതാ വലുത്? മന്ദിരം കുഴപ്പമൊന്നുമില്ല, പക്ഷെ മന്ദിരത്തിനുള്ള സ്വർണത്തെ വെച്ചിട്ട് ചെയ്യില്ലേ. അപ്പൊ കർത്താവ് പറയുകയാണ്, എടാ ഈ സ്വർണം എവിടെ ഇരിക്കുന്ന? മന്ദിരത്തിനകത്തില്ലേ? പടി, ഹിന്ദി में पढ़ी. हे अंधे अगुओं, तुम पर हाय, जो कहते हो कि यदि कोई मंदिर की शपथ खाए तो कुछ नहीं, परंतु यदि कोई मंदिर के सोने की सौगंध खाए तो उससे बंध जाएगा. तो ये सोना किधर है? मंदिर में है ना. सोने का शपथ खाए तो प्रॉब्लम है, मंदिर का प्रॉब्लम नहीं है. देखो हिपोक्रेसी, देखो कवड़ा भक्ति നോക്കിക്കേ. ഇനി വേഴ്സസ് 18, 18-ാമത്തെ വാക്യം. फिर कहते हो यदि कोई वेदी की शपथ खाए तो कुछ नहीं, परंतु जो भेंट उस पर है यदि कोई उसकी शपथ खाए तो बंध जाएगा. वेदी के ऊपर है भेंट, लेकिन वेदी को निग्लेक्ट किया, भेंट इंपॉर्टेंट है. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സത്യസന്ധതയില്ല. യെസ് യെസ് എന്നല്ല, നോ നോ ഒന്നുമല്ല, യെസ് നോയാ. आ नहीं बोलता, ना नहीं ना बोलता है, ऐसा नहीं बोलेगा. हाँ ना बोलेगा, आ ना बोलेगा, दो में से दोनों में रहेगा. जीवन में सच्चाई नहीं, സത്യമില്ല ജീവിതത്തിൽ. യു ഷുഡ് നോട്ട് സ്വെയർ വിത്ത് എനിത്തിങ്. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, സ്വർണത്തെയും കുറിച്ച് സത്യം ചെയ്യല്, പിന്നെ വേദിയെ കുറിച്ച് എടുത്ത് സത്യം ചെയ്യല്, ഒന്നും എടുത്ത് എന്ത് ചെയ്യല്? നമ്മുടെ വാക്ക് ആ അല്ലെങ്കിൽ ना. हमारा जुबान हाँ या ना होना चाहिए. कोई भी चीजें लेकर हम लोग क्या नहीं करना चाहिए? यू शुड नॉट स्वेयर. വേഴ്സസ് 20, 20-ാമത്തെ വാക്യം, 20, 21.
इसलिए जो वेदी की शपथ खाता है वह उसकी और जो कुछ उस पर है उसकी भी शपथ खाता है। जो मंदिर की शपथ खाता है वह उसकी और उसमें रहने वाले की भी शपथ खाता है। जो 22। स्वर्ग की शपथ खाता है वह परमेश्वर के सिंहासन की और उस पर बैठने वाले की भी शपथ खाता है। तो उसका मतलब वी शुड नॉट स्वेयर विथ एनीथिंग. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് 23-24, 23-24. Focusing on minor issues and neglecting the truly important ones. ചെറിയ കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ കാര്യം ചെയ്യും, എന്നാൽ വലിയ കാര്യം എന്ത് ചെയ്യും? അങ്ങ് വീഴും. എന്താ ഈ ചെറിയ കാര്യം? छोटा बात क्या है? വേഴ്സസ് 23. छोटा बात क्या है जरा देखिए, बड़ा बात क्या है. ചെറുതും വലുതും എന്തോ നോക്കിക്കേ, 23-ാമത്തെ വാക്യം. हे कपटी शास्त्रियों फरीसियों तुम पर हाय, तुम पुदीने सौंफ और जीरे का 10वां अंश तो देते हो, परंतु तुमने व्यवस्था की गंभीर बातों को अर्थात न्याय और दया और विश्वास को छोड़ दिया है। ആ छोटा बात क्या है? ചെറിയ കാര്യം എന്തുവാ? पुदीना सौंफ। പുതിന സോപ്പ് नहीं है छोटा बात. छोटा बात क्या, എന്താ ചെറിയ കാര്യം? टाइथ देना। ടൈത്ത്. ടൈത്ത് है छोटा बात. ചെറിയ കാര്യം എന്താണ്? ടൈത്ത്. बड़ा बात क्या है? बड़ा बात, വലിയ കാര്യം എന്തുവാ? പറഞ്ഞു. बड़ा व्यवस्था की बात बातें है मतलब to be मर्सी। kind, यस। mercy, yeah, goodness. ജസ്റ്റിസ്, കൈൻഡ്, മേഴ്സി, അല്ലേ? ന്യായം, കരുണ, വിശ്വസ്തത. ന്യായം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന പെരുമാറ്റം. हम लोग दूसरे के खिलाफ, हम लोग दूसरे के प्रति कैसा व्यवहार करते, हाउ डू वी ट्रीट अदर्स, दैट इज कॉल्ड जस्टिस. दैट इज कॉल्ड जस्टिस. नंबर 2, लव. नंबर 3, फेथफुलनेस. परमेश्वर से फेथफुल, फैमिली लाइफ में फेथफुल, चर्च में फेथफुल, एवरीथिंग फेथफुल. अंडरस्टैंड? എല്ലാത്തിലും വിശ്വസ്തതയുള്ളവരായിരിക്കുക. ഇതാണ് ഖനമുള്ളത്. യേ ഹേ ഭാരി. प्रेज द लॉर्ड. थैंक यू पास्टर, आपने बोला टाइथ छोटा है, उसका मतलब टाइथ नहीं देगा तो भी चलेगा ना? नहीं, प्रभु के लिए देना है. देखो आगे, देखो यीशु मसीह क्या बोल रहे हैं. यीशु इंतो मुंबोट പറയുന്നത് നോക്കിക്കേ. चाहिए ताकि इन्हें भी करते रहते और उन्हें भी ना छोड़ते. मतलब दोनों चाहिए, രണ്ടും വേണം. ആ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഖനമുള്ളത് ത്യജിച്ചു കളയും ചെയ്യുന്നു, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ടൈത്തും കൊടുക്കണം, വിശ്വസ്തതയും സ്നേഹവും പിന്നെ കരുണയും കാണിക്കണം. ഇത് രണ്ടും വേണമെന്ന്. ये दोनों चाहिए करके बोल रहा है. क्या? दशांश भी देना है, करुणा भी दिखाना है, जस्टिस भी दिखाना है और फेथफुल भी होना है. लेकिन इसमें भारी कौन सा है? ഇതിൽ ഖനമുള്ളത് ഏതാ? ഒരു ഉദാഹരണം പറയാം. एक एग्जाम्पल देता हूं. और एग्जाम्पल. समझो मैं चर्च को 500 दरम्स टाइथ देता है, और 500 दरम्स ഞാൻ ചർച്ചിന് ടൈത്ത് കൊടുക്കും. 500 दरम्स मैं चर्च को देता है मंथली. ठीक है. लेकिन मैं अपने ऑफिस में किसी को 200 दरम्स नहीं तो 300 दरम्स उसको नहीं देता. आई एम नॉट गिविंग. वो काम कर रहा है अच्छे से, लेकिन उसको 300 दरम्स अगर एक्स्ट्रा काम कर रहा है उसको देगा तो ഇറ്റ് ഇസ് ഗുഡ്. लेकिन मैं नहीं दे रहा. ആ 300 ദറംസ് അവൻ ജോലി ചെയ്യുന്നു, ആ ജോലിക്ക് തക്കവണ്ണം ഞാൻ 300 ദറംസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് യോഗ്യമാണ്. मैं वो नहीं दे रहा. आई एम शोइंग इनजस्टिस. मैं नहीं दे रहा. तो मेरा 500 मंथली परमेश्वर കൗണ്ട് नहीं करता है. ഞാൻ 500 ദറംസ് മാസം കൊടുക്കുന്ന ദൈവം എന്ത് ചെയ്യുന്നില്ല? കൗണ്ട് ചെയ്യുന്നില്ല. मैं 500 दरम्स दे रहा हूं, लेकिन मुझे अंदर प्रेम नहीं है. आई डोंट लव अदर्स. എനിക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല. എൻ്റെ 500 കൊണ്ട് ഒരു ഗുണവും ഇല്ല. मेरा 500 देने से प्रभु उसमें से प्लीज नहीं है. मैं 500 दरम्स दे रहा हूं, बट आई एम नॉट फेथफुल टू गॉड. आई एम नॉट फेथफुल टू माई फैमिली. आई एम नॉट फेथफुल टू एनीथिंग. परमेश्वर को 500 नहीं चाहिए. अंडरस्टैंड? सो इसमें हैवी क्या है, इसमें ലൈറ്റ് क्या, दोनों करना, രണ്ടും ചെയ്യണം.
പക്ഷേ ഖനമുള്ളത് വിട്ടിട്ട് ചെറുതിനെ കയറി പിടിക്കല്ലേ. हैवियर को छोड़कर छोटा छोटा चीज को हम लोग क्या नहीं करना है, नहीं छोड़ना है. ഇതിൽ വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. इसमें बहुत कुछ बात आता है. हम लोग वो खाना है क्या, ये खाना है क्या, वो करना है क्या, ये करना है क्या. The question is not that. The question is, do we love others? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ, നമ്മൾ ജസ്റ്റിസ് കാണിക്കുന്നുണ്ടോ? ഇതാ കർത്താവ് നോക്കുന്നത്. പ്രഭു ये देखता है, are we showing justice to others, do we love others, do you show mercy to others, are we faithful, നമ്മൾ വിശ്വസ്തരാണ്. വേഴ്സസ് 24, 24ാമത്തെ വാക്യം നോക്കി. 24, हे अंधे अगुवे, तुम मच्छर को तो चांद डालते हो, परंतु ऊंट को निगल निगल जाते हो. मैं ये पढ़ के बहुत हंसता हूँ. 24ാമത്തെ വാക്യം നോക്കിക്കേ. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ വയഞ്ഞ് ഒഴിക്കുമ്പോൾ ഇവർ ഈ അരിപ്പ ഇട്ടിട്ട് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ അത് ചെറിയ ഈച്ച വരുമ്പോൾ എടുത്ത് കളയും. ചെറിയ ഈച്ച വരെ വിടാത്ത ഉള്ളികൾ എന്തോ വിഴുങ്ങുന്നറിയോ? ഒട്ടകത്തെ. ये जब भी वाइन ये लोग पोर करने के टाइम वो क्या बोलते हैं उसको, वो क्या बोलते हैं, आई डोंट हैव दैट वर्ड, वो छानते हैं ना, छानते छानते वो छानने के वक्त स्ट्रेनर बोलते हैं. तो वो छानने के वक्त उसमें मच्छर जो है आ जाते हैं, तो मच्छर को हटा देते हैं. मच्छर को हटाकर क्या निकलते हैं लोग मालूम है? ऊँट को. ചെറിയ കാര്യത്തിന് ഭയങ്കര പിടിവാശിയാണ്, പക്ഷെ വലിയ ഖനമുള്ള കാര്യം ഒക്കെ അങ്ങ് വിടുക. അത് കപടഭക്തിയാണ്. वो हिपोक्रेसी है. छोटे छोटे बातों में बहुत बड़ा स्पिरिचुअलिटी, लेकिन बड़े बातों को छोड़ देना, इट इज हिपोक्रेसी. ओके. ഇനി 25 till 26, 25 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. 25 to 26, ഫോക്കസിങ് ഓൺ റിച്വൽ പ്യൂരിറ്റി ആൻഡ് നെഗ്ലക്റ്റിംഗ് ഇന്നർ പ്യൂരിറ്റി. 25 से लेके 26 तक, 25 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. ഫോക്കസിങ് ഓൺ റിച്വൽ പ്യൂരിറ്റി ആൻഡ് നെഗ്ലക്റ്റിംഗ് ഇന്നർ പ്യൂരിറ്റി. അതായത് ഭാഗ്യമായിരിക്കുന്ന ശുദ്ധീകരണത്തിന് ഭയങ്കര ഫോക്കസാണ്, എന്നാൽ അകത്തെ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. देखे उसका 25 26 जरा देखे. उनका डिश सब है ना, बहुत ग्लाइसिंग करता है, लेकिन डिश के अंदर क्या है? हाँ पढ़िए 25 26. हे कपटी शास्त्रियों और फरीसियों, तुम पर हाय, तुम कटोरे और थाली को ऊपर ऊपर से तो मांजते हो, परंतु वे भीतर अंधेर और असंयम से भरे हुए हैं. हे अंधे फरीसी, पहले कटोरे और थाली को भीतर से मांज, कि वे बाहर से भी स्वच्छ हों. तो देखें, अंदर और बाहर दोनों स्वच्छ चाहिए. प्यूरिटी शुड बी आउटवर्डली एंड इनवर्डली. कर हम लोग देखते हैं. देन कम टू सिक्स्थ वन, 6ാമത്തെ, വേഴ്സസ് 27 and 28, 27 28. സെയിം ടോപ്പിക്, സെയിം ഹെഡിങ്. ഹെഡിങ് സെയിം ആണ്. ഫോക്കസിങ് ഓൺ റിച്വൽ പ്യൂരിറ്റി ആൻഡ് നെഗ്ലക്റ്റിംഗ് ഇന്നർ പ്യൂരിറ്റി. പക്ഷെ ഇവിടെ വേറൊരു എക്സാമ്പിളാണ് കർത്താവ് കൊടുക്കുന്നത്. എന്താണ് ഇവിടെ? വെള്ള തേച്ച ശവക്കല്ലറ, वाइट वॉश टूम्स. बाहर से तो जो चूना लगाया हुआ है दिखने में बहुत अच्छा है, वाइट कलर, लेकिन ये तोड़ेगा तो अंदर क्या दिखेगा? बदबू देने वाले हड्डियाँ. ഈ പൊളിച്ചു കഴിഞ്ഞാൽ അകത്ത് എന്താ കാണും? അസ്ഥികൾ മാത്രമേ കാണൂ. എന്നാൽ വെളിയിൽ എന്തുവാ? പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ള കളർ, വെള്ള തേച്ച ശവക്കല്ലറ എന്ന് നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് 29 to 32, 29 തൊട്ട് 32 വരെയുള്ള വാക്ക്. ये फरीसी लोग क्या बोलते मालूम है? जो ओल्ड टेस्टमेंट के प्रॉफिट्स लोगों को ये लोगों ने मार दिया था ना, यहूदी लोगों ने, जरमाया, यशिया. हम लोग तो हम लोग ये सब नहीं करते थे. ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്യത്തില്ലായിരുന്നു. ഏതാ? പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയൊക്കെ യഹൂദന്മാർ കൊന്നല്ലോ. ഞങ്ങളുടെ കാലഘട്ടമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യത്തില്ലായിരുന്നു. तो उन लोग क्या करते हैं मालूम है? ജെറമിയ के नाम पे एक टूम, യെരമ്യാവിൻ്റെ പേരിൽ ഒരു കല്ലറ. और जर्मिया के नाम पे टूम बनाएगा, एशिया के नाम पे टूम बनाएगा, प्रॉफिट्स लोग के नाम पे टूम बना के रिस्पेक्ट देता है.
जीसस क्या बोला मालूम है? यू आर हिपोक्रेट। तुमने जॉन को खत्म किया, अभी मुझे भी खत्म करने के लिए जा रहे। നിങ്ങൾ യോഹന്നാനെ കൊന്നു, എന്നെയും നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. സോ യു ആർ ഫോളോയിങ് യുവർ ഫാദേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയാണ് ഫോളോ ചെയ്യുന്നത്. देखिए 29 से पढ़ के देखिए, 29 തൊട്ടുള്ള വാക്യം നോക്കിക്കോ. हे कपटी शास्त्रियों फरीसियों, तुम पर हाय, तुम भविष्यवक्ताओं की कब्रें संवारते हो और धर्मियों की कब्रें बनाते हो, और कहते हो यदि हम अपने बाप दादाओं के दिनों में होते तो भविष्यवक्ताओं की हत्या में उनके साझी ना होते। इससे तो तुम अपने घर इससे तो तुम अपने पर आप ही गवाही देते हो कि तुम भविष्यवक्ताओं के हत्यारों की संतान हो। हाँ, यू आर सൺസ് ഓഫ് മർഡറേഴ്സ്. തും കിസ്കെ ബच्चे हो? നിങ്ങൾ ആരുടെ മക്കളാ? പ്രവാചകന്മാരെ കൊന്ന ആ വ്യക്തികളുടെ മക്കളല്ലേ നിങ്ങളും? നിങ്ങളും ആ പ്രവൃത്തി തന്നെ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം നിങ്ങൾ ഈ ഭാഗ്യമായിട്ട് പറയും, ഓ ഞങ്ങളായിരുന്നെങ്കിൽ കൊല്ലത്തില്ലായിരുന്നു കേട്ടോ പാസ്റ്ററെ, ഞങ്ങളുടെ സമയമായിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ ആദരവോടെ നോക്കിയില്ല, കണ്ടില്ലേ ഞങ്ങൾ കല്ലറയിൽ പൂ ഇടുന്നത്, ഞങ്ങൾ കണ്ടില്ലേ കല്ലറയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസയൊക്കെ മുടക്കുന്നത് കണ്ടില്ലേ. കർത്താവ് പറയുകയാണേ, ഇതൊക്കെ ചുമ്മാ പടവാ. നിങ്ങൾ ഈ കൊലപാതകന്മാരുടെ മക്കളില്ലേ, നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുമെന്ന്. देखो ये लोग क्या बोलेंगे मालूम है? अरे पास्टर जी देखो कितना हम लोग रिस्पेक्ट करते हैं, देखो जर्मिया को इसका सबका हम लोग ने खबर बनाया, वी हैव बिल्ड इट, हमने पैसा इतना खर्चा किया. हम लोग का ज़माना होते तो हम लोग कभी भी जर्मिया और एशिया को नहीं मारते थे. यीशु मसीह बोला तुम किसके बच्चे हो? उन्हीं का बच्चे हैं ना, उन्हीं के बच्चे हैं ना, तुम भी वैसे ही करेंगे. यू विल डू लाइक दैट. हिपोक्रेसी रिगार्डिंग persecuted prophets. പെർസിക്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ കഷ്ടമനുഭവിച്ച, കഷ്ടത്തിൽ കൂടെ കടന്നുപോയ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ കപടഭക്തി. एंड में आकर हम लोग देखते हैं वर्सेस 33 में हम लोग देखते हैं उसका क्लाइमैक्स देखते हैं. ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? है सांपों और कैरतों के बच्चों, तुम नरक के दंड से क्यों कर बचोगे? अरे टाइट देता है, प्रेयर करता है, बाइबल सिखाता है, इवेंजलिज्म करता है, सब लोग रिस्पेक्ट देता है, टीचर करके बुलाता है. दे विल गो टू हेल. യു പ്രാർത്ഥിക്കുന്നുണ്ട്, ടൈത്ത് കൊടുക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്, ഭയങ്കര വിശുദ്ധനാണ്, കാര്യങ്ങളെല്ലാം സൂപ്പറാണ്, വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കൊന്നും തോന്നത്തില്ല. യോ ഈ വ്യക്തിയെക്കുറിച്ച് യേശു പറയുകയാണ്, പാമ്പുകളും സർപ്പസന്തതികളും എവിടോട്ട് പോകുന്ന? നരകത്തിൽ പോകുന്നു. नरक में जाएंगे. जरा एक मिनट के लिए जरा सोचिए, उस दिन जब लोग सुन रहे हैं आजू बाजू में फरीसियों को यीशु मसीह ये कह रहा है, लोग ഷോക്ക് हो गए ना. അന്ന് കേട്ട വ്യക്തികൾ ഷോക്കായി പോകത്തില്ലേ? अरे फरीसी लोग नरक में जाएंगे. हमारे टाइम का एकदम बेस्ट स्पिरिचुअल आदमी, ഞങ്ങളുടെ സമയത്തിൽ ഏറ്റവും നല്ല ആത്മീകൻ, കോടി ആത്മീകൻ, सबसे बड़ा स्पिरिचुअल आदमी, ये नरक जाएगा. ഇവൻ നരകത്തിൽ പോവൂ? Dear brothers and sisters, this is warning for me, this is warning for you, this is warning for us. ഇതൊരു വാർണിംഗ് ആണ്. നമ്മൾ ബാഹ്യമായ എന്ത പ്രവൃത്തി ചെയ്താലും, നമ്മൾ ടൈത്ത് കൊടുക്കുന്നു, നമ്മൾ ടൈത്ത് देते, നമ്മൾ പ്രാർത്ഥന करते, ഓക്കെ ദാറ്റ്സ് ഓൾ ഗുഡ്. എന്നാൽ ജീവിതം അതുപോലല്ലെങ്കിൽ നാമും നഷ്ടപ്പെട്ടു പോകും. अगर हमारा जीवन, हमारा बोलना एक नहीं है, हमने प्रभु के लिए दिया, चर्च के लिए दिया, उसके लिए किया, इसके लिए किया, प्रार्थना किया, that's all very good. But if we live a hypocrisy, if we live in hypocrisy, an hypocrite life, we will not make it, brothers and sisters. This is a warning. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്. ഓക്കെ, verses 37 to 39, 37 തൊട്ട് 39 വാക്യങ്ങൾ. ജീസസ് ये सब बोल के बहुत हंस के नहीं गया. ഇത് യേശു ഇതെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചു കളിച്ചല്ല പോയതാ, നിങ്ങളെല്ലാം നരകത്തിൽ പോകും കേട്ടോ, तुम लोग सब लोग नरक में जाएगा बोलकर खुशी के साथ नहीं बोल रहा है. सी वर्सेस 37, 37ാമത്തെ വാക്യം നോക്കിക്കേ. यरूशलेम है यरूशलेम, तू जो भविष्यवक्ता को मार डालता है और जो तेरे पास भेजे गए हुए उन्हें पत्रवा करता है,
कितनी ही बार मैंने चाहा कि जैसे मुर्गी अपने बच्चों को अपने पंखों के नीचे इकट्ठा करती है, वैसे ही मैं भी तेरे बालकों को इकट्ठे कर लूं, परंतु तुम ना चाहा। सी, ജീസസ് ये सब बोलने के टाइम इज ब्रोकन, ഈസ് ലാമെന്റിങ്. ഇവിടെ യേശു ഈ കാര്യം പറയുമ്പോൾ അട്ടഹസിച്ച് നിങ്ങളെല്ലാം നരകത്തിൽ പോകും കേട്ടോ, നിങ്ങളെല്ലാം പാമ്പ് കുഞ്ഞുങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു കളിച്ചൊന്നുമല്ല യേശു യെരൂശലേമിൽ പോകുന്നത്. പിന്നെ എങ്ങനെ? വളരെ ഹൃദയത്തിൽ വേദന കൊണ്ട് കരഞ്ഞ് യേശു കാര്യം പറയുക. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്യുന്നു ഉള്ളവേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളുടെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വെട്ട മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സില്ല. ഉദർ ദേക്കിയേ മേരെ പ്രിയോ, പ്ലീസ് അണ്ടർലൈൻ ദിസ് വേർഡ് ബിക്കോസ് ദിസ് ഇസ് വെരി ഹാർട്ട് ബ്രേക്കിംഗ്. കർത്താവിന് മനസ്സുണ്ട്, പക്ഷെ ആൾക്കാർക്ക് എന്തില്ല? മനസ്സില്ല. ഇന്ന് ഈ മെസ്സേജ് കേട്ടിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടരുത്. മനസ്സില്ലാത്ത, അനുസരിക്കാൻ മനസ്സില്ലാത്ത, കർത്താവിനെ അനുഗമിക്കാൻ മനസ്സില്ലാത്ത, കർത്താവ് പറയുന്ന വാക്കുകളെ കേട്ട് അതിനെ റിജക്റ്റ് ചെയ്യുന്നവരായി നമ്മൾ തീരില്ല. देखो वर्ड को अंडरलाइन करना आप लोग. मैं मुर्गी अपने बच्चों को अपने पंखों के नीचे इकट्ठा करती, मैं चाहता वैसे ही मैं भी तेरे बालकों को इकट्ठे कर लूं, परंतु तुम्हें ने तुम्हें तुमने ना चाहा. प्रभु चाह रहा है, प्रभु चाह रहा है उन्हें मुर्गी बच्चों के पंखों के तले उन्हें जिस तरह रखता है, इकट्ठा रखता है, സേഫ് ആൻഡ് സെക്യൂർ. ഈ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചെറുകൻ കീഴ് വെക്കുന്നതിനർത്ഥം എൻ്റെ അർത്ഥം എന്തുവാ? സുരക്ഷിതമായി. കെയർ ആൻഡ് ലവ്. ഐ വോണ്ട് ടു ലവ് ആൻഡ് കെയർ യു. ഹാരിസീസ് പരീക്ഷന്മാരോട് പറയുക, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ എൻ്റെ ചെറുകടിയിലാക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തില്ല? മനസ്സില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ല, സ്നേഹിക്കാൻ മനസ്സില്ല, കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ മനസ്സില്ല. मन फिराने के लिए मन नहीं है, प्रभु के पास आने के लिए मन नहीं है. देयर इज नो इंटरेस्ट. मेरे प्रियो, हमारा जीवन ऐसा नहीं होना चाहिए. और जीसस 38 में लिखा है, देखो तुम्हारा घर तुम्हारे लिए उजाड़ छोड़ा जाता है, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. Your house will be empty. So Jesus is pronouncing judgment. ന്യായവിധി കൊടുക്കുകയാണ്. And then what happens? Verses 13, 39 वाक्യം. क्योंकि मैंने तुमसे कहा था कि अब से जब तक तुम ना कहोगे कि धन्य है वे जो प्रभु के नाम से आता है, तब तक तुम मुझे फिर कभी नहीं देखोगे. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഇവരുടെ ആലയം ഉണ്ടല്ലോ, इनका टेम्पल है ना, एक दिन क्या हो गया मालूम है? यीशु ये बोल के कुछ ही साल के बाद यरूशलेम का टेम्पल दुश्मनों ने आकर तोड़कर खत्म करके तबाह कर दिया. दे लॉस्ट देयर हाउस, दे लॉस्ट देयर टेम्पल. ജീസസ് ने बोला जैसे ही हो गया. യേശു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. AD 70 റോമാക്കാർ വന്ന് യെരുശലേം ആലയത്തെ വന്ന് നിരോധിച്ച് അതിനെ ഉന്മൂലനാശമാക്കി, പട്ടണത്തെ കൈവശമാക്കി. അവർക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ സമയം വരെ അവർക്കില്ല ആലയം. आज ये प्रचार करने के टाइम तक उनको मंदिर नहीं है. किधर गया मंदिर? किधर गया हाउस? किधर गया घर? क्यों गया? बिकॉज दे रिजेक्टेड द മെഷിയ को उन्होंने रिजेक्ट किया. दे लॉस्ट देयर हाउस. അവരുടെ ഭവനം നഷ്ടപ്പെട്ടു പോയി. ജീസസിനെ ജൈസ बोला वैसे ही हुआ. യേശു പറഞ്ഞതുപോലെ തന്നെ നടന്നു. സീ ദ ഹാർട്ട് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഹൃദയത്തെ നോക്കുക. ജീസസ് ടുഡേ ഓൾസോ വാണ്ട്സ് ടു ബ്രിങ് യു ക്ലോസ് ടു ഹിം. കർത്താവിൻ്റെ അടുക്കിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിടയിലാക്കാൻ താല്പര്യപ്പെടുന്ന പോലെ, एक मुर्गी अपने बच्चों को अपने पंखों तले रखने के लिए जिस तरह चाहता है, उस तरह प्रभु भी हमसे चाहता है. But the question is, do we have that willingness? നമുക്കത് മനസ്സുണ്ടോ? क्या हमें वो मन है क्या? To repent, to come back to God.
ടു ലവ് ഗോഡ്, ടു ഒബേ ഹിം, കർത്താവിനെ അനുസരിച്ച് കർത്താവിൽ നിന്ന് മടങ്ങി വന്ന് വരാൻ നമുക്ക് മനസ്സുണ്ടോ? പ്രാർത്ഥനക്കരങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം.